സതീശൻ വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കപ്പെടുന്നു. കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബുവിന്റെ ദുരൂഹമരണത്തിന് പിന്നാലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് നിയമസഭയ്ക്കുള്ളിലും പുറത്തും നൽകിയ ഉറപ്പ് പാലിച്ച് VD സതീശൻ സർക്കാർ. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യവും കണ്ണീരും പരിഗണിച്ച് കേസ് അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് വിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കും. കേസ് CBIക്ക് വിട്ടതോടെ CPM കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഇനി വിലങ്ങ് വീഴുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ സജീവമാകുന്നത്. CPMലെ കണ്ണൂരിലെ പല നേതാക്കളും ഈ കേസിൽ സംശയനിഴലിലാണ്. CPM നേതാവിന്റെ ബിനാമി പെട്രോൾ പമ്പാണ് നവീൻ ബാബുവിന്റെ ജീവനെടുക്കാൻ കാരണമായത്. VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം CBI അന്വേഷണത്തിന് ഉത്തരവിടുന്ന ആദ്യ കേസാണിത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങളും തുടരന്വേഷണ ആവശ്യങ്ങളും ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസ് നേതാവും റാന്നി MLAയുമായ പഴകുളം മധു നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേസ് CBIക്ക് വിട്ട സർക്കാർ തീരുമാനത്തോടെ രാഷ്ട്രീയ വൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും പഴകുളം മധു പൂർണ്ണമായും മാസായി മാറിയിരിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കുടുംബത്തോടൊപ്പം ഉറച്ചുനിന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലഭിച്ച വലിയൊരു അംഗീകാരം കൂടിയാണിത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ ലോക്കൽ അന്വേഷണം വൻ വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വഴിവെച്ചിരുന്നു. കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തന്നെ പിന്നീട് CPM ജനപ്രതിനിധിയായി മാറിയത് ഈ കേസിന്റെ നാഴികക്കല്ലുകളിലൊന്നാണ്. ഭരണകക്ഷിയുടെ ഉന്നത സ്വാധീനമുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ പോലീസ് ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കേസ് അട്ടിമറിക്കാൻ ഉപയോഗിച്ചുവെന്നും പ്രതിപക്ഷം നിരന്തരം ആരോപിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ CPM ജനപ്രതിനിധിയായി പരസ്യമായി രംഗത്തു വന്നതോടെ പോലീസിന്റെ നിഷ്പക്ഷത പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടും. ഈ ഗുരുതരമായ അട്ടിമറി ചൂണ്ടിക്കാണിച്ചാണ് നവീൻ ബാബുവിന്റെ കുടുംബം സംസ്ഥാന പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും കേന്ദ്ര ഏജൻസി തന്നെ കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് VD സതീശൻ സർക്കാരിനെ സമീപിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരായ CPM നേതാക്കളെ സംരക്ഷിക്കാൻ മുൻ സർക്കാർ കാണിച്ച അമിത താൽപര്യം പുതിയ സർക്കാർ തിരുത്തണമെന്നത് കുടുംബത്തിന്റെ വലിയൊരു ആവശ്യമായിരുന്നു. ഈ ആവശ്യം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഫയലിൽ ഒപ്പുവെച്ച് അന്വേഷണം CBIക്ക് കൈമാറുക. ലോക്കൽ പോലീസിന്റെ പരിധിയിൽ നിന്നും കേസ് കേന്ദ്ര ഏജൻസിയുടെ കൈകളിലേക്ക് എത്തുന്നതോടെ CPM കോട്ടകളിൽ വലിയ ഭീതിയാണ് ഉയരുന്നത്. PP ദിവ്യ ഉൾപ്പെടെയുള്ള നേതാക്കളെ CBI ചോദ്യം ചെയ്യലിലേക്ക് നീക്കുമെന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുമാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഗൂഢാലോചനയും അതിനു പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളും CBI വലയിലാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും പൊതുസമൂഹവും.